നമസ്കാരം, ഞാൻ നിപിൻ നരവത്ത്. ഈ അടുത്ത് ഫേസ്ബുക്കിലൊരു ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിലവർ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, തടി കുറയ്ക്കണം, പഴയ ശരീരം തിരികെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു എന്നാണ്. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതല്ലേ? അതിലെന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചോദിക്കാൻ വരട്ടെ. ആ സ്ത്രീകളുടെ മെസ്സേജിൻ്റെ ഉള്ളടക്കം കൂടി ഞാൻ പറയാം. അത് കേട്ടതിന് ശേഷം നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രസവശേഷം തൻ്റെ ശരീരം ആകെ അങ്ങ് മാറിപ്പോയി. എന്നാൽ ആ മാറ്റങ്ങളെ അംഗീകരിക്കാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തൻ്റെ ഭർത്താവിന് കഴിയുന്നില്ല. ഇതാണ് ഒരാളുടെ പരാതി. അമ്മയായ ശേഷം തടിച്ച എന്നെ കാണുമ്പോൾ ഭർത്താവിന് ആകർഷണം തോന്നുന്നില്ല പോലും. അതുകൊണ്ട് തൻ്റെ പഴയ ശരീരത്തിലേക്ക് തിരികെ എത്താൻ പറഞ്ഞുകൊണ്ട് ഭർത്താവ് നിരന്തരം വഴക്കുണ്ടാക്കുന്നു എന്ന. അടുത്തയാൾ, പ്രസവത്തിന് മുമ്പ് എൻ്റെ പിന്നിൽ നിന്ന് മാറാത്ത ആളായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ ഭർത്താവ് ഒഴിഞ്ഞു മാറുന്നു. തന്നെ കൊണ്ട് പുറത്തു പോകാൻ പോലും മടിയാണെന്ന് മറ്റൊരു സ്ത്രീ പറയുന്നു. കേൾക്കുമ്പോൾ ഇതൊക്കെ വലിയ സംഭവമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലും. എന്നാൽ ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, പ്രസവശേഷം ബോഡി ഷേമിംഗ് അനുഭവിക്കേണ്ടി വരുന്ന അമ്മമാരുടെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. പുറത്ത് പറയുന്നില്ലെങ്കിലും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ടേ. ആദ്യം തന്നെ ഇത്തരം ചിന്താഗതിയുള്ള ഭർത്താക്കന്മാരോട് ഒരു കാര്യം പറയട്ടെ. പറയുന്ന ഞാനും ഒരു ഭർത്താവാണ്, ഒരു പുരുഷനാണ്. നിങ്ങൾ വിവാഹം കഴിക്കാനും ഒരു പിതാവാകാനും യോഗ്യതയില്ലാത്ത ആളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ശരീരം മാത്രം സ്നേഹിക്കുന്നവൻ ഒരു നല്ല ഭർത്താവോ നല്ലൊരു പിതാവോ എന്നല്ല, നല്ലൊരു മനുഷ്യനോ പോലുമല്ല എന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അമ്മയാവുക എന്നത് ഒട്ടും അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സൊന്നുമല്ല. ഒരുപാട് ത്യാഗങ്ങൾ ആവശ്യമായുള്ളൊരു പ്രോസസ്സാണ്. അതിലൂടെ കടന്നു പോകുന്ന സ്ത്രീക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പ്രസവം അവളുടെ ശരീരത്തിലും മനസ്സിലും ചില അടയാളങ്ങൾ ബാക്കി വയ്ക്കും. അമ്മയാകുക എന്നത് പലരും സ്ത്രീകളുടെ സൗഭാഗ്യമായി മാത്രമാണ് ചിത്രീകരിക്കാറുള്ളത്. കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നം കണ്ട് കുട്ടിയുടുപ്പ് തുന്നുന്നവർ മാത്രമല്ല അമ്മമാർ. ഗർഭിണിയാകുന്ന സമയം മുതൽ തൻ്റെ വയറ്റിലുള്ള ജീവനെ കരുതലോടെ കൊണ്ടു നടക്കുന്നത് മുതൽ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ ആ ജീവൻ്റെ ആയുസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചിട്ട് ആവലാതി അനുഭവിക്കുകയും വളർച്ചയെത്തിയ ജീവനെ പ്രാണൻ പോകുന്ന വേദന സഹിച്ചും ചിലപ്പോൾ സ്വന്തം ജീവൻ കൊടുത്തും പുറത്തെത്തിക്കുന്നത് അമ്മയാണ്. അങ്ങനെ ആ കുഞ്ഞ് പിറന്നു വീണാലും അവളുടെ ആശങ്കകൾ അവസാനിക്കുന്നില്ല. കുഞ്ഞിനെ നോക്കുന്നതും പാലൂട്ടുന്നതും ഹോർമോൺ വ്യതിയാനങ്ങളും മൂലം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളും ശരീരത്തിലെ മാറ്റങ്ങളുമെല്ലാം വളരെ നല്ല രീതിയിൽ അവളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു അമ്മയാകുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും അതിനുശേഷം അവൾ അനുഭവിക്കേണ്ടി വരുന്ന ഇത്തരം അവസ്ഥകളും ആരും ചർച്ച ചെയ്യാറില്ല. ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അമ്മയെ അവളുടെ ശരീരത്തിൻ്റെ കുറവുകൾ പറഞ്ഞ് ഒഴിവാക്കുന്നതും കളിയാക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമൊക്കെ ക്രൂരതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എത്രമാത്രം അവളുടെ മനസ്സിനെ തകർത്ത് കളയുമെന്ന് കോമൺ സെൻസുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ആ സമയത്ത് അവളോട് പഴയ ശരീരം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും അവളുടെ ശരീരത്തെ അപമാനിക്കുന്നതുമൊക്കെ ഒരമ്മയെ നിങ്ങൾ ഇല്ലാതാക്കുന്നതിന് തുല്യം തന്നെയാണ് എന്ന് ഓർമ്മയിൽ വയ്ക്കുക. ചിലർ അപമാനിക്കുന്നതിന് പോരാഞ്ഞിട്ട് മറ്റുള്ള സ്ത്രീകളുടെ ശരീരവുമായി കമ്പയറും ചെയ്യും. അവർ പ്രസവം കഴിഞ്ഞ് നോർമൽ ശരീരത്തിലേക്ക് പോയല്ലോ, നീ ചക്ക പോലെ ആയല്ലോ, വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണെന്നൊക്കെ. ഇത്തരക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. പ്രസവശേഷം ശരീരം മുഴുവൻ പിഗ്മെൻറ്റേഷൻ കാരണം കരുവാളിച്ച് പോകുന്നവരുണ്ട്. അമിതമായി വണ്ണം വയ്ക്കുന്നവരുണ്ട്. ആഴ്ചകളോളം മുലപ്പാൽ വരാത്തവരുണ്ട്. മുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്നവരും മുഖത്ത് മൂക്കുരു കൂടുന്നവരും പാടുകൾ നിറയുന്നവരുമുണ്ട്. ഇതെല്ലാം തന്നെ അമ്മയാകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന സാധാരണമായ മാറ്റങ്ങളാണ്. ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ നോർമലാവാനായിട്ടൊക്കെ സാധിക്കുമായിരിക്കും. ചിലർക്ക് ഒരുപാട് സമയമെടുക്കും. മറ്റു ചിലർക്ക് ഒരുപക്ഷെ പൂർണ്ണമായും പഴയതുപോലെ ആകാൻ സാധിച്ചെന്ന് വരികയില്ല. എന്ന് വെച്ചാൽ വൈകാരികമായും ശാരീരികമായും സുഖം പ്രാപിക്കാൻ ഓരോരുത്തർക്കും അവരവരുടേതായ സമയം ആവശ്യമാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് അവർക്കല്പം സാവകാശം കൊടുക്കുന്നേ. കൂടെ നിന്നില്ലെങ്കിൽ പോലും കുത്തി നോവിക്കാതിരിക്കുക. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ് താരതമ്യവും ശാരീരിക പരിഹാസങ്ങളും. അതുപോലെ പിന്നെ ഈ ലോകത്ത് ആദ്യമായി പ്രസവിക്കുന്ന പെണ്ണല്ലേ ഇവള് എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ചില ഭർത്താക്കന്മാർ മാത്രമല്ല, പ്രസവശേഷം ഒരു സ്ത്രീയെ കാണുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്തെങ്കിലും മോശമായി കമൻറ്റ് ചെയ്യുക എന്നത്. അതിൽ ഒന്ന് പെറ്റാൽ തന്നെ ഇന്നത്തെ പെണ്ണുങ്ങൾ തള്ളെ പോലാകും. വെറുതെയാണ് ആണുങ്ങൾ വേറെ പെണ്ണിനെ നോക്കി പോകുന്നത്. ഇതുപോലെ
നാക്കിനെല്ലില്ലാത്ത ഒരുപാട് കമൻറ്റുകൾ പല സ്ത്രീകളും കേൾക്കേണ്ടി വരുന്നുണ്ട്. പ്രസവശേഷം ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അല്ലാതെ ഇത്തരം ബോഡി ഷേമിംഗ് പരാമർശങ്ങളും ശരീരത്തെക്കുറിച്ചിട്ടുള്ള കുറ്റങ്ങളുമല്ല പറയേണ്ടത്. ഒരു സ്ത്രീ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറ്റവും തളർന്നിരിക്കുന്ന സമയമാണ് പോസ്റ്റ് പാർട്ടം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏറ്റവും മൃദുവായി കൈകാര്യം ചെയ്യേണ്ട 2 പേരാണ് അമ്മയും കുഞ്ഞും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം പരാമർശങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്ന ആളുകളെയും അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ സ്വന്തം ശരീരത്തിൻ്റെ ഭംഗിയും ആരോഗ്യം കൊണ്ടുള്ള അഹങ്കാരമാണെങ്കിൽ ഈ കാണുന്ന ഭംഗിയുള്ള ശരീരമൊക്കെ വിരൂപമാകാൻ അധികം സമയമൊന്നും വേണ്ട എന്ന് ഓർമ്മയിലും വയ്ക്കുക. നാളെ നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാൽ കൂടെയുള്ളവർ നിങ്ങളെ ഒഴിവാക്കുകയും പഴയപടിയാകാൻ നിർബന്ധിക്കുകയുമൊക്കെ ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? നിങ്ങൾ കളിയാക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും അവർക്ക് അനുഭവിക്കപ്പെടുന്നതും ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് പകരം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Please put your hands together as we welcome Nipin Niravan onto the stage.